ഒരു കാട്ടല് ഒരു പൊങ്ങണ സൂര്യദേവന്റെ ഒറ്റ കുത്താണ്. ചാളമീൻ്റെ മുട്ട കുടുകുടൂന്നും പറഞ്ഞ് തിളക്കണ ചാറിലോട്ട് തട്ടിയിട്ട് കൊടുക്കണ്. നല്ല ചൂടൻ ചാളക്കറിയും മീൻ മുട്ടക്കറിയും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നേക്കണ്. ആ പലഞ്ഞീനിങ്ങനെ വായിൽ വെച്ച് കഴിക്കുക. ആ ചാറിങ്ങനെ കുഴച്ചങ്ങോട്ട് പിടിക്കുമ്പോൾ എന്താ ടേസ്റ്റ്. നല്ല പച്ച ചാളതെ കഴുകി കഴുകി എടുക്കേണ്ടത് നല്ല പളുങ്ക് പോലെ ഉണ്ട്. വല അടിച്ചിട്ട് നിറച്ച് ജെല്ലി ഫിഷ് ആണ്ടായി. കാപ്പി കളറിൽ കാണുന്ന കടൽ ചൊറിയുന്ന അല്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്ന് പറയും. ചാളയും ജെല്ലി ഫിഷും കൂടി മിക്സ് ആയി കിടക്കേണ്ട മൊത്തത്തിൽ ജെല്ലി ഫിഷും ചാളയും കിടന്ന് പെട്ടക്കണ കാഴ്ച നോക്കിയേ. ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമ്മളിന്നിത്തിരി വൈകുന്ന നേരമൊക്കെ ഒന്ന് വെളുത്താണ് കടലിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ പറ്റയുള്ള വള്ളം നല്ല സ്പീഡിൽ തള്ളി വെച്ച് കടലിലോട്ട് പോകുന്നൊരു കാഴ്ചയാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പയ്യെ പോകണം. നമുക്ക് സൈഡിലൊരു വള്ളമുണ്ട്. ആ വള്ളത്തിൽ ആരും വന്നില്ല, അതുകൊണ്ട് ആ വള്ളം പിടിച്ച് കെട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ വള്ളത്തിലെ ചേട്ടന്മാരൊക്കെ നേരെ അപ്പുറത്തെ വള്ളത്തിലോട്ടൊക്കെ കയറുകയാണ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കണത് ചേറ്റുവലുള്ള ഇക്കമാരുടെ വള്ളത്തിലാണ്. ബിസ്മി എന്ന് പറഞ്ഞ വള്ളത്തിലാണ് വന്നേക്കണത്. അവർ വിളിച്ചിട്ട് ക്ഷണിച്ചിട്ട് നമ്മൾ ഈ വള്ളത്തിൽ വന്നതാണ് കേട്ടോ. അങ്ങനെ റിവേഴ്സൊക്കെ വെച്ചിട്ട് നേരെ നമ്മൾ കടലിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ആ വള്ളം നമ്മൾ പുറത്തോട്ടാക്കിയെടുത്ത് നമ്മുടെ വള്ളം പുറത്തോട്ടാക്കിയിട്ട് നമുക്ക് പറ്റേണ്ടായിരുന്നത് ഈ ഒരു വള്ളം സൈഡിലോട്ട് പിടിച്ച് മറ്റേ വള്ളത്തിൽ നല്ലതുപോലെ കെട്ടി നിർത്തിയിട്ടൊക്കെയാണ് നമ്മൾ കടലിലോട്ട് പോകണട്ടോ. കാരണം ഈ വള്ളത്തിൽ ആൾക്കാരെത്തിയില്ല, അതുകൊണ്ട് നമ്മളതെല്ലാം കെട്ടി നമ്മുടെ വള്ളത്തിൽ ഇക്കമാരത് കെട്ടൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ നേരെ കടലിലോട്ട് പോവുകയാണ്. അപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വന്നുള്ളട്ടാ. ഇതാണ് നമ്മുടെ വള്ളത്തിലെ സ്രാങ്ക് കേട്ടോ. സ്രാങ്കിൻ്റെ പേര് അഷ്റഫ് എന്നാണ്. സ്രാങ്കിൻ്റെ വീലോസിലെ കാഴ്ചകൾ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇവിടെ മെയിനായിട്ട് നമ്മൾ എല്ലാ വള്ളത്തിലും വന്നുള്ള ക്യാമറ, GPS, എക്കോ സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് വന്നത്. അതുപോലെ തന്നെ എന്നെ ഈ വള്ളത്തിലോട്ട് കൊണ്ടുവന്ന ബദറു എന്ന് പറഞ്ഞത് ഈ നിൽക്കണ ഇക്കേണ്ട ഇക്ക വിളിച്ചിട്ട് ക്ഷണിച്ചിട്ടാണ് ഞാൻ ഈ വള്ളത്തിലോട്ട് എത്തിയത് കേട്ടോ. അങ്ങനെ എല്ലാവരും വലയിലും സൈഡിലൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. മീൻ പിടിക്കാൻ വേണ്ടി നമുക്ക് പറ്റയൊക്കെ ആയിട്ട് നല്ല സ്പീഡിൽ ഓരോ വള്ളങ്ങളും വേച്ചലക്കി പോണൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. കാലത്ത് തന്നെ കൊമ്പ സവാള എന്താണ് മീൻകറിക്കുള്ള പരിപാടിയാണെന്ന് പലരും ചോദിക്കും. മീൻകറി അല്ലട്ട മക്കളെ, വേറൊരു പരിപാടിയാണ്. അത് വഴിയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അഴിയിറങ്ങുമ്പോൾ എപ്പോഴും ചെറിയൊരു കടലും കട്ടയും ഉണ്ടാവും കേട്ടോ. ആ ഒരു സമയത്ത് വള്ളം ഇതുപോലെ കിടന്നൊന്ന് പൊങ്ങും താന്നൊക്കെ കുത്തിയൊക്കെ ഇടും. കടൽ കണ്ട എന്താ കുത്തല നോക്കിയാണ്. പക്ഷെ ഈ ഒരു കുത്തലൊന്നും അല്ലട്ടാ, കാറ്റും കോളിലൊക്കെ ഇതിനപ്പുറമായിട്ട് കുത്തോട്ടാ. ഈ ഒരു സമയത്ത് ക്യാരിയർ വെള്ളം എത്തിയേട്ടാ. അങ്ങനെ അത് നേരെ നമ്മൾ വള്ളത്തിൻ്റെ പുറകുവശത്ത് പിടിച്ചങ്ങോട്ട് കെട്ടിയാൽ പിന്നെ നമുക്ക് നേരെ മീൻ പിടിക്കാൻ അങ്ങോട്ട് പോകാൻ നല്ല സ്പീഡിൽ അങ്ങോട്ട് മീൻ നോക്കി പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ നമുക്ക് 9 ലക്ഷം രൂപയുടെ ചാള കിട്ടിയായിരുന്നു. പിന്നെ കടലിൽ ഇപ്പോൾ ചാള വന്നതെന്ന് വെച്ചാൽ ചാള അഥവാ മത്തി എന്ന് പറയും. മെയിനായിട്ട് ഫുള്ളായിട്ട് കടലിൽ നിൽക്കണില്ല. ഇന്ന് കിട്ടിയാൽ നാളെ കിട്ടൂല, നാളെ കിട്ടിയാൽ മറ്റന്നാൾ കിട്ടൂല. ആ ഒരു രീതിയിലാണ് ചാള പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും കിട്ടണില്ല കേട്ടോ. ചുരുക്കം കുറച്ച് പേർക്കൊക്കെയാണ് കൂടുതലായിട്ട് മീൻ കിട്ടണത്. കാലത്ത് വല അടിച്ചിട്ടില്ല. വല അടിക്കണേക്കാൾ മുന്നേ ചാളക്കറി അങ്ങനെ വെക്കാൻ വേണ്ടി കാലത്തിലോട്ട് വെളിച്ചെണ്ണയും കാര്യങ്ങളും ഒഴിച്ചാൽ എന്താണ് സംഭവം ഇപ്പം പലർക്കും ഒരു സംശയം ഉണ്ടാവും. കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചാളക്കറി വെക്കുമ്പോൾ ഉലുവേന് ഇടണം കേട്ടാ. അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കാലത്ത് തന്നെ ചായക്കായിട്ട് ഉപ്പുമാവാണ് റെഡിയാക്കണത്. ഇവർ ചേറ്റുവേന്ന് വന്നേക്കാണ്. കാരണം വള്ളം അഴീക്കോട് കിടക്കുകയാണ് കേട്ടാ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വന്നത് കൊണ്ട് ആരും ചായയൊക്കെ കുടിക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പുമാവും കാര്യങ്ങളും റെഡിയാക്കാനായിട്ട് പോവേണ്ട. ഉപ്പുമാവ് റെഡിയാക്കണ ഇക്കടെ പേര് ഇസ്മായിൽ എന്നാണ് കേട്ടോ. ഇക്ക തന്നെയാണ് ഇവിടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കണത്. അപ്പോൾ ക്യാരറ്റും അതുപോലെ സവാളയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് വയറ്റി എടുക്കണ ഒരു കാഴ്ചയാണ് കേട്ടോ. ഉപ്പുമാവിന് വേണ്ട ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ശരിക്കും അങ്ങോട്ട് ഇളക്കി എടുക്കാൻ കേട്ടോ.
ഇനി അതിലേക്ക് പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ട. അത് നല്ല ഭംഗിയിലൊക്കെയാണ് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടേക്കണം കേട്ടാ. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ തോന്നണം കേട്ടാ. പച്ചമുളകും ക്യാരറ്റും സവാളയൊക്കെ കൂടി കിടന്നിട്ട് ഇനി അത് അതിനകത്തോട്ട് കുറച്ച് നെയ്യ്, ആവശ്യത്തിന് നെയ്യും കാര്യങ്ങളും ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കേണ്ട. ഇനി ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളും ചേർത്ത് കൊടുക്കേണ്ട. വെള്ളം നല്ലതുപോലെ അങ്ങോട്ട് തിളച്ചിന് മറിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പുമാവ് അങ്ങോട്ട് റവ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാട്ടാ. അതേ വെള്ളം നല്ല കിടിലായിട്ട് അങ്ങോട്ട് തിളച്ചങ്ങോട്ട് മറിഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്തോടെ റവ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടാ. പറഞ്ഞ നിമിഷം കൊണ്ട് ഉപ്പുമാവും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടാ. അങ്ങനെ ഉപ്പുമാവും കട്ടൻ ചായയാണ് കാലത്ത് തന്നെ വള്ളത്തിൽ എല്ലാവരും കഴിക്കണ കേട്ടോ. അപ്പം ഈ ഒരു കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നാണ് നമ്മൾ ചാള ക്യാമറയെ കണ്ടത്. ക്യാമറയെ കണ്ടപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കണം, റോപ്പും കാര്യങ്ങളൊക്കെ എറിയാനും ആള് വായാനാട്ടാ. ആര്യക്കാരെ കൈ കാണിക്കലും ഇവിടെ നിന്ന് തെല്ലായിട്ട് ചാടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം തന്നെയാണ് പെട്ടെന്ന് ആര്യ കാണിച്ചു അങ്ങനെ വലയും തെല്ലും കൊണ്ട് ചാടിയിട്ടാ. ഇനി അങ്ങനെ വള്ളം മീനെ മൊത്തം ഇട്ട് അങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് വല അങ്ങോട്ട് മൊത്തം മീനെ മേലെ കൂടിയും പോട്ടെ മീനെ നടുക്ക് അങ്ങോട്ട് നിർത്തി മൊത്തം ഇട്ട് നമ്മുടെ വല കറങ്ങി പോണ കാഴ്ച ഉണ്ടിക്കണം. നല്ല സ്പീഡിൽ വള്ളം തള്ളി വെച്ച് ചുറ്റിയെടുക്കാൻ വേണ്ടി പോവേണ്ട മീനാ. പിന്നെ അത്യാവശ്യം നല്ല വെള്ളം വലിവാണ്. ഇവിടെ സംഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വല ഇറങ്ങി പോണ സ്പീഡ് നോക്കിയേ. റിങ്ങും കാര്യങ്ങളൊക്കെ കയറി വരേട്ടാ. പിന്നെ ഞാൻ അത് വല പിടിച്ചാണ് കാഴ്ചകളൊന്നും കാണിക്കാനുള്ള കാരണം നമുക്ക് വിചാരിച്ചത്ര മീനൊന്നും നമ്മുടെ വലയിൽ കയറിയില്ല. കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല വെള്ളം വലിവും കാര്യങ്ങളുള്ളതുകൊണ്ട് മീൻ കമ്പക്ക് പുറത്തോട്ടൊക്കെ ആയിട്ട് പോയി. നമ്മൾ കണ്ട് അടിച്ച മീനൊന്നും നമ്മുടെ വലയിൽ ഉണ്ടായില്ല കേട്ടാ. അതിപ്പോൾ ഈ കടലിൽ നല്ല വെള്ളം വലിവൊക്കെ ആണെങ്കിൽ ഇതാണ് അവസ്ഥ. പിന്നെ ജെല്ലി ഫിഷും കാര്യങ്ങളൊക്കെയാണ് വലയിൽ കൂടുതലും കയറിയത് കേട്ടാ. കുറച്ച് ചാള, കുറച്ച് കറക്കി ഇട്ടിട്ടുണ്ടെന്ന് പറയാം. ബാക്കി ഫുള്ള് കടൽച്ചൊറി എന്ന് പറയും, അല്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് നമുക്ക് വലയിൽ കിട്ടിയേക്കണേ കേട്ടാ. അവിടെ വെച്ചോ. അവലുണ്ടോ അവലുണ്ടെന്നോ അവലുണ്ടെന്നോ തവല തവല പിടിച്ചോ പിടിച്ചോ. വല തട്ടി കേട്ടോ. കുത്തല്ല കുത്തല്ല.
അങ്ങനെ ആദ്യത്തെ വലയിൽ കിട്ടിയ ജെല്ലി ഫിഷും ചാളയാണ് ഈ കാണാട്ടോ, അല്ലെങ്കിൽ മത്തി എന്ന് പറയും. നല്ല മുട്ടയുള്ള വലിയ മത്തിയാണ് കേട്ടോ. അത് കറിക്കുള്ള നമ്മൾ കുറച്ചങ്ങോട്ട് തിരിഞ്ഞെടുത്ത്, പിന്നെ ഒരു കള്ളിന്നും പറയാനില്ല, അരക്കള്ളിന്നും പറയാൻ പറ്റില്ല. അതിനും താഴെ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അതിലും താഴെയായിട്ട് കുറച്ച് ചാള നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്ക് കറിക്കാരെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ മുട്ട ഇവിടെ മാറ്റുകയാണ്. മുട്ടേനെ പനഞ്ഞിന്ന് പറയും. മീൻ നല്ലതുപോലെ ചതമ്പലും കാര്യങ്ങളൊക്കെ കത്തിക്ക് ശരിക്കും അങ്ങോട്ട് വടിച്ചങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ട ചാളക്കുട്ടന്മാരുടെ. എന്നിട്ട് ആ തലയും വാലൊക്കെ വെട്ടി ക്ലീൻ ആക്കി എടുക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നല്ല പച്ച മീൻ എന്നൊക്കെ പറഞ്ഞത് ഇതുപോലെ ഇരിക്കും. എത്ര പ്രാവശ്യം വെള്ളത്തിൽ കിട്ടാലും വെള്ളത്തിൻ്റെ കളർ ഇതുപോലെ അങ്ങോട്ട് മാറും. കാരണം നമുക്ക് ഇപ്പം കിട്ടിയുള്ള മീനാണ്. ഐസും കൂടി നമ്മൾ തൊടിയിച്ചിട്ടില്ല. കാരണം പിന്നെ വള്ളത്തിൽ വെക്കണ കറി ചാളക്കറി എന്നൊക്കെ പറഞ്ഞാൽ ബോട്ടിലെ പോലെയല്ല. ബോട്ടുകാർക്ക് പിന്നെ കാലത്ത് വെക്കുമ്പോൾ നമ്മൾ ബോട്ട് ഐസിൽ നിന്നൊക്കെ എടുക്കും മീനെ ചില സമയത്തൊക്കെ. ഇവിടെ ഒട്ടും ഐസിൽ നിന്ന് എടുക്കൂല, പകരം ഐസ് കൊണ്ടുപോകാറുമില്ല. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അങ്ങനെ മീൻ വെട്ടുന്ന സമയത്ത് ഇവിടെ അടുക്കളയിൽ പച്ചമുളക് കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടാനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട. പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും സവാളയും എല്ലാവരും അരിയാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ചാളക്കറിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാവരും കഴിഞ്ഞ അവസാനം തക്കാളിക്കുട്ടന്മാരെയും അരിഞ്ഞങ്ങോട്ട് കഴിഞ്ഞ് ഇനി കലം വെച്ച് അങ്ങോട്ട് പരിപാടി തുടങ്ങിയാൽ മതി കേട്ടാ. അങ്ങനെ നമ്മുടെ കലം വെച്ച് ഇനി അതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കാര്യങ്ങളും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഇവിടെ മീൻകറി തുടങ്ങിയത്. അപ്പോൾ ചാളക്കറിയൊക്കെ വെക്കാൻ അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല കീട്ടിലെ മീൻകറി ചേറ്റുവക്കാരിക്കന്മാരുടെ മീൻകറിയാണ് ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചത് കേട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി അതിനകത്തോട്ട് ഉലുവിടാൻ വേണ്ടി പോവുകയാണ്. ആവശ്യത്തിന് ഉലുവയും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടാ. അങ്ങനെ ഉലുവ കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടാ. ഓരോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചല്ല ഇട്ട് കൊടുക്കണേ കേട്ടാ. പിന്നെ എല്ലാവരും ഇവിടെ ഉറക്കത്തിലൊക്കെയാണ്, റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തൊരു വല അടിച്ച് വലയെല്ലാം തിരിച്ച് കയറ്റി ഇപ്പോൾ വലയമ കിടന്ന് എല്ലാവരും ഉറങ്ങുകയാണ്. വെള്ളം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഇഞ്ചിയും കാര്യങ്ങളും അതും കല്ലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടാ. നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ട. ഇനി ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ച സവാളക്കുട്ടന്മാരതെ തട്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് കൊട്ടിയിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് അടുക്കി പിടിക്കാതെ ശരിക്കും അങ്ങോട്ട് ഇളക്കി അങ്ങനെ എടുത്താൽ മതി കേട്ടാ. ഇട്ട സവാളക്കുട്ടന്മാർ വേഗം വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് സവാള വാടാൻ വേണ്ടി വേഗം സഹായിക്കോട്ടാ. ഇനി അതിനകത്തോട്ട് തക്കാളിക്കുട്ടന്മാരെ ചേർത്ത് കൊടുക്കേണ്ട. നല്ല തക്കാളി നല്ല വലുതാക്കി കഴിഞ്ഞാൽ തക്കാളിക്കുട്ടന്മാരെ അങ്ങോട്ട് തട്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിക്കുട്ടന്മാരും സവാളക്കുട്ടന്മാരൊക്കെ നല്ലതുപോലെ വാടിക്കഴിഞ്ഞപ്പോൾ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നല്ല പച്ചമുളക് നല്ല വലുതാക്കി അരിഞ്ഞ നീളത്തിലരിഞ്ഞ മുളക് കുട്ടന്മാർ അങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവന്മാരൊക്കെ കൂടി എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കും. നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കോട്ടാ. അങ്ങനെ ചാള എല്ലാം വെട്ടി നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നല്ല വെള്ളത്തിൽ ശരിക്കും അങ്ങോട്ട് കഴുകി ഒരു നീരും കൂടി അങ്ങോട്ട് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. നല്ലതുപോലെ അങ്ങോട്ട് കഴുകി ക്ലീനാക്കി എടുക്കുകയാണ്. നല്ല വലിയ ചാള തന്നെയാണ് കേട്ടോ. വെട്ടിയിട്ടും തലയും വാലും കളഞ്ഞിട്ടും മീനിൻ്റെ വലിപ്പത്തിൽ ഒരു കുറവില്ല. എന്നിട്ട് ആ വെള്ളവും കൂടി അങ്ങോട്ട് ഊറ്റി അങ്ങോട്ട് കളയാണ്. ഇനി
ഇനി ഇതിനകത്തോട്ട് ഫിഷ് മസാലയും കാര്യങ്ങളും ആവശ്യത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ശരിക്കും അങ്ങോട്ട് മിക്സാക്കി അങ്ങോട്ട് എടുക്കേണ്ട. ഇനി പൊടിക്കൂട്ടുകളുടെ വരവാണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് ഇനി വരാൻ വേണ്ടി പോകണേട്ടാ. ആദ്യം മഞ്ഞപ്പൊടിയും കാര്യങ്ങളും കുറച്ചിട്ടിട്ടുണ്ട്. അത് നല്ലപോലെ അങ്ങാട് ഇളക്കി അങ്ങനെ റെഡിയാക്കി എടുത്ത് ഇനി ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടാ. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രേവി പോലെ അങ്ങോട്ട് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ മല്ലിപ്പൊടി നല്ലതുപോലെ അങ്ങാട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തൊരു കുഴമ്പ് രൂപത്തിലായിട്ട് നമ്മുടെ മീൻകറി. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി ഇതേ മുളക് പൊടിയുണ്ട്. ആവശ്യത്തിന് മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വള്ളത്തിലും ബോട്ടിലൊക്കെ ഇത്തിരി എരിവ് എല്ലാവർക്കും വേണം കേട്ടോ. അതെല്ലാവരും ഇത്തിരി എരിവും കാര്യങ്ങളും കൂടുതലാണ്. അങ്ങനെ ഇത്തിരി എരിവും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതും ഒരു കുഴമ്പ് പോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി കൂടി കറിവേപ്പിലയും കാര്യങ്ങളും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അതിനകത്തോട്ട്. ഇവിടെ കൊടംപുളി അല്ല എടുത്തേക്കണം. നല്ല അടിപൊളി വാളംപുളി ഇതേ പിഴിഞ്ഞങ്ങാട് അതിൻ്റെ ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കേണ്ട മീൻ കറിയിലോട്ട്. മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കണം. നല്ലതുപോലെ അങ്ങോട്ട് കറി അങ്ങോട്ട് കുടുകുടുന്നും പറഞ്ഞ് അങ്ങോട്ട് തിളച്ചങ്ങോട്ട് മറിയണം ചാറ്. എന്നിട്ട് വേണം ഈ ചാറിലോട്ട് തിളച്ച് വേണം ചാറിലോട്ട് നമുക്ക് ചാളക്കുട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനേട്ടാ. അങ്ങനെ മീൻ കഴുകി നന്നായിട്ട് എടുത്താൽ വെള്ളം പോയാൽ നമ്മുടെ ചാളത ഇവിടെ റെഡി ആയിട്ട് ഇപ്പുണ്ട്. ഇവിടെ ചാറും നല്ല കുടുകുടുന്നും പറഞ്ഞ് തിളച്ച് മറിഞ്ഞപ്പോൾ നല്ലൊരു മണമൊക്കെ വന്നപ്പോൾ ഇക്ക വേഗം കറി ഒന്ന് സ്ലോ ആക്കിയിട്ടാ. എന്നിട്ട് ഇതേ കയ്യിൽ അങ്ങോട്ട് ചാള അങ്ങോട്ട് എണ്ണി ഇങ്ങനെ വാരി അങ്ങനെ എടുത്താണ് ഇട്ട് കൊടുക്കേണ്ട. എല്ലാ സൈഡിലോട്ടും ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ചാറ് ഇത്തിരി കൂടുതലാണ്. അതെല്ലാവർക്കും മീൻ ചാറ് കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ചാറ് ഇച്ചിരി കൂടുതലായിട്ട് നിർത്തിയേക്കണേട്ടാ. ലാസ്റ്റ് 6 ചാളയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 6 ചാളയും നേരെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് തീ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കുടുകുടൂന്നും പറഞ്ഞ് നമ്മുടെ ചാളക്കറി അങ്ങനെ റെഡിയാകുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം അങ്ങോട്ട് മൂക്കിലോട്ട് അടിച്ച് തരുന്നുണ്ട്. അതിന് ഇത്തിരി കൂടി ഉപ്പ് പോരാന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി കൂടി ഉപ്പൊക്കെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻകറിയും കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ എല്ലാവരും ചോറെടുത്ത് തുടങ്ങി കേട്ടോ കഴിക്കാനായിട്ട്. ഇനിയൊരു സംഭവം കൂടി ഉണ്ട്. മീൻ മുട്ടയുണ്ട്. മീൻ മുട്ട ഒരു അടിപൊളി സ്പെഷ്യൽ കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. 3 കഷ്ണവും ആവശ്യത്തിന് ചാറും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം. ചോറിന് ചുറ്റും അങ്ങോട്ട് നല്ല ചാളക്കറിയും. അപ്പം തന്നെ ഒരു മണം ആ കറി തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണം മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ഇവിടെ വലയിലൊക്കെ ഇരുന്ന് ചോറൊക്കെ അങ്ങോട്ട് കറിയിൽ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് പിടിക്കേണ്ട. എല്ലാവരും ചിലർ 2 ചാളയൊക്കെ എടുത്തിട്ടുള്ളൂ. ചിലവർക്ക് 3 ചാള. അങ്ങനെ ഓരോരുത്തർക്കും പറയുമ്പോൾ കൊടുക്കോട്ടെ ചാള. പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ചെന്നാൽ വീണ്ടും കൊടുക്കോട്ടെ. അതിലൊക്കെ ഒന്നും പിശുക്ക് കാണിക്കൂല. അങ്ങനെ എല്ലാവരും വലയിലിരുന്ന് കഴിക്കണം. അപ്പോൾ ഈ ഒരു സമയം ഇവിടെ ചാളയും ചോറൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ മുട്ട, അതായത് മീൻ മുട്ടയുടെ പരിപാടി നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കുഞ്ഞ് ഉരുളി വെച്ചിട്ട് ചാള നേരത്തെ നമ്മൾ വെട്ടി കഴുകി കൊണ്ടുവന്ന് ആ ഒരു ഉരുളി ക്ലീൻ ആക്കിയിട്ട് അതിനകത്തോട്ട് ഇവിടെ ചാറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചാറിലോട്ട് മീൻ മുട്ട ഇട്ട് കൊടുക്കും. മീനാണെങ്കിൽ മീൻ മുട്ട ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ചെറുതായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ടായി. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ അപ്പോഴേക്കും അടുക്കളയിലായി പോയിട്ടാ. എന്നിട്ട് ഞാൻ മീൻ മുട്ടയും കാര്യങ്ങൾ ആ ചാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട. ഇനി അങ്ങനെ ഞാനും ചോറെടുക്കുകയാണ്. കുറച്ച് ആവശ്യത്തിന് ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് ചാളക്കറിയും
അല്ലെങ്കിൽ മത്തിക്കറിയും പിന്നെ മീൻ മുട്ടയും കൂട്ടി അങ്ങോട്ട് പിടിക്കാമെന്ന് വെച്ചിട്ടാ. അങ്ങനെ ചോറെടുത്ത് ഇനി നേരെ കറിയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത് കേട്ടോ, ചാളക്കറിയുടെ അടുത്തോട്ട്. അപ്പോൾ എടുത്തോളാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ ഇട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് 3 മീൻ 3 മതിയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും മതി എന്ന് പറഞ്ഞു. 3 തന്നെ നമ്മളെ ഹാപ്പിയാണ്. എന്നിട്ട് ആ ചോറിന് ചുറ്റും കുറച്ച് ചാറും കൂടി അങ്ങോട്ട് ഒഴിക്കാൻ പറഞ്ഞത്. ചാറും നല്ലതുപോലെ അങ്ങോട്ട് ഒഴിച്ചു തന്നിട്ടുണ്ട്. ആഹാ, ഇപ്പം തന്നെ ഒരു മണമൊക്കെ അങ്ങോട്ട് മൂക്കിലോട്ടടിച്ച് കയറിയാണ് വീണ്ടും വീണ്ടും. ഈ മണത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹിക്കാൻ പറ്റും കേട്ടോ. വീഡിയോ പിടിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മണം അടിച്ചേറുമില്ലേ, വേഗം അങ്ങനെ റെഡിയായാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതേ ആവശ്യത്തിന് ഇച്ചിരി മുട്ടയും ഇട്ട് തന്നിട്ട്, മീനിൻ്റെ മുട്ടയും ചാറും കൂടി അത് ഒഴിച്ചു തന്നു. അപ്പോൾ 2 കറിയായിട്ടാ. ഈ 2 കറിയും കൂടി അങ്ങനെ കഴിക്കാൻ പോകണം. അതും നല്ലൊരു കിടിലൻ ആംബിയൻസിൽ ഇരുന്ന് കഴിക്കണം. ആ ഒരു ആംബിയൻസ് ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നത് തൊട്ട് പുറകിൽ നല്ല മഴ പെയ്ത് വരുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാര്യം പോലെ കാണാൻ പറ്റും. ഇവിടെ 3 മീനും ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് മീൻ മുട്ട അല്ലെങ്കിൽ ആ പലഞ്ഞീൻ എടുത്തിട്ട് അങ്ങോട്ട് ഇത് നോക്കിയേ. ആഹാ, അങ്ങോട്ട് വായിലോട്ട് നോക്കുമ്പോണ്ടല്ലോ എന്താ ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടാ. ആ മീൻ മുട്ട ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കൊതിപ്പിച്ച് അങ്ങോട്ട് കഴിക്കുമ്പോൾ എൻ്റെ മോനെ. പിന്നെ നേരെ അങ്ങോട്ട് ആ ചാറിൽ കുഴച്ച് അങ്ങോട്ട് ചോറൊരു പിടി അങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് ആ ചാറിൻ്റെ ഒരു കഷ്ണം അങ്ങോട്ട് കിള്ളി അങ്ങോട്ട് കഴിക്കുക. എന്താ ടേസ്റ്റ്, നല്ല അടിപൊളി മീൻ കറി കേട്ടാ. അപ്പോൾ ഈ പ്രാവശ്യം കടലിൽ വലടിച്ചിട്ട് മീനൊന്നും പെട്ടില്ല. പൊതുവേ കടലിൽ പണിമോശവും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾക്ക് ഒരു ആഗസ്റ്റൊക്കെ ഇപ്പോൾ നല്ല അടിപൊളി കിടില മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പുറകെ ഞാൻ ഇനിയും വരും. അപ്പോൾ എല്ലാവരും മറക്കാൻ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.